ഇപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട്? ബെറ്റർ ആണോ അതോ പഴയതുപോലെയാണോ? ഇപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട്? പഴയതുപോലെയാണോ അതോ ബെറ്റർ ആണോ? എന്താ ഫീൽ ചെയ്യുന്നത്? പഴയതുപോലെ തന്നെയാണോ? സൗണ്ട് എങ്ങനെയുണ്ട്? ബെറ്റർ ആയി. ഓക്കെ ഓക്കെ ഓക്കെ, സൗണ്ട് ബെറ്റർ ആയി. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൈസ്? ഞാനാണ് ഒ പി സിയുടെ സോൾ മെമ്പർ. ശംഭു എന്താണ്? എന്റെ ഒ പി സിയിലെ നോമിനിയാണ്. മനസ്സിലായോ? ഒരു ഒ പി സിയിൽ മിനിമം ഒരു ഡയറക്ടർ വേണമെന്നാണ്. മാക്സിമം 15 വരെ പോവാം. എല്ലാ കമ്പനികളിലും മാക്സിമം 15 വരെ പോവാം. 15ന്റെ മേളിലും ഡയറക്ടേഴ്സിനെ വെക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒക്കെ പാസ് ചെയ്യണം. ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാത്തത് കൊണ്ട് ഞാനത് പയ്യെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് മിനിമം വേണം, ഒരു പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സ് മിനിമം വേണം, ഒരു ഒ പി സിയിൽ 1 ഡയറക്ടർ മിനിമം വേണം. ഡയറക്ടർ ആവണമെങ്കിൽ മെമ്പർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആർക്കാണെങ്കിലും ഡയറക്ടർ ആവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഒ പി സിയിൽ ആരെയൊക്കെ ഡയറക്ടേഴ്സ് ആയിട്ട് നിയമിച്ചു? എക്സിനെയും വൈനെയും സെഡിനെയും. എനിക്ക് വേറെ പല ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എക്സും വൈ സെഡ് ആണ് എന്റെ കമ്പനിയിലെ എന്റെ ഒ പി സിയിലെ ഡയറക്ടേഴ്സ്. അവര് സിഇഒ ആയിട്ട് മിസ്റ്റർ ഡീനെയും നിയമിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ വേറെ പല ബിസിനസ് ആയിട്ട് ബിസിയാണ്, ഇവര് ഈ ബിസിനസ് നോക്കിക്കോളും, ഈ ഒ പി സിയിലെ ബിസിനസ് നോക്കിക്കോളും. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ്. ശംഭു എന്ന് പറഞ്ഞ നോമിനിക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ട്. എന്തോന്ന്? നോമിനേഷൻ വിഡ്രോ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശംഭു എന്ത് ചെയ്യും? ശംഭു എന്നെ അറിയിക്കണമെന്നാ പറയുന്നത്. എന്നെ എങ്ങനെ അറിയിക്കും? എനിക്കൊരു പേഴ്സണൽ മെയിൽ ഐ ഡി ഉണ്ടാവും. എന്റെ പേഴ്സണൽ മെയിൽ ഐ ഡി @gmail.com ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലോട്ട് ശംഭു ഒരു മെയിൽ അയക്കും. എന്ത് പറഞ്ഞുകൊണ്ട്? ഞാനിങ്ങനെ റിട്ടയർ അല്ല, ഞാൻ ഇറങ്ങിയാണ്, എന്റെ കൺസെന്റ് വിഡ്രോ ചെയ്യാണ്, വേറെ ആരെങ്കിലും നിങ്ങൾ നോമിനി ആയിട്ട് വെച്ചോളി എന്ന് പറഞ്ഞ് മെയിൽ ഐ ഡിയിലോട്ട് ശംഭു വിഡ്രോവൽ നോട്ടീസ് അയക്കും. അതേ ശംഭു ആർക്കും ഒരു നോട്ടീസ് അയക്കും? കമ്പനിക്കും അയക്കണമെന്നാണ്. കമ്പനിക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഉണ്ട്, കമ്പനിയുടെ മെയിൽ ഐ ഡി company@gmail.com ആണെന്ന് വിചാരിച്ചോ. company@gmail.com. അതിലും ഈ മെയിലിന്റെ കോപ്പി അയക്കും, ശംഭു അയച്ച മെയിലിന്റെ കോപ്പി അയക്കും. അപ്പൊ ഇപ്പൊ ആർക്കൊക്കെ ശംഭു നോട്ടീസ് കൊടുത്തു? സോൾ മെമ്പറിനും കൊടുത്തു, കമ്പനിക്കും കൊടുത്തു. ഇപ്പൊ മനസ്സിലായോ? ഇത് കിട്ടി, ഈ വിഡ്രോവൽ നോട്ടീസ് കിട്ടി. ഞാൻ എന്ത് ചെയ്യണം? 15 ദിവസത്തിനുള്ളിൽ പുതിയ ഒരാളെ കൊണ്ടുവരണം. 15 ദിവസത്തിനുള്ളിൽ പുതിയ ഒരാളെ കൊണ്ടുവന്ന് അതിന്റെ റിട്ടേൺ കൺസെന്റ് മേടിച്ച് ഞാൻ ആർക്ക് അയച്ചു കൊടുക്കണം? അത് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. കമ്പനി എന്നിട്ട് അത് ആർക്ക് അയച്ചു കൊടുക്കും? അടുത്ത 15 ദിവസമല്ല, ശംഭു നോട്ടീസ് വിഡ്രോവൽ നോട്ടീസ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ. അപ്പം എന്ത് ചെയ്യണം? അത് ആർ ഒ സിക്ക് അയച്ചു കൊടുക്കണം. ഏത് ഫോമായിട്ട്? INC 4 ഫോമായിട്ട്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. INC 3 ഫോം ഇപ്പൊ ഇല്ല യഥാർത്ഥത്തിൽ. ഇപ്പൊ എല്ലാം INC 4 ആ. അപ്പൊ റിട്ടേൺ കൺസെന്റും ആർ ഒ സിക്ക് അയച്ചു കൊടുക്കുന്നത് എല്ലാം INC 4 ആ. അതൊരു അമെന്റ്മെന്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആ അമെന്റ്മെന്റ് വന്നിട്ടില്ല. കുഴപ്പമില്ല, ആ അമെന്റ്മെന്റ് ആപ്ലിക്കബിൾ ആണോ അല്ലയോ ഞാൻ പറഞ്ഞുതരാം പിന്നീട്, കേട്ടോ. തൽക്കാലം INC 3 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, INC 4 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയാലോ? യെസ് യെസ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ എക്സാമിന് ഇത് ആപ്ലിക്കബിൾ. INC 4 മാത്രമേ ഉള്ളൂ, ഇപ്പൊ INC 3 ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ആണ്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈവറ്റ് കമ്പനിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് OPC ഡിസ്കസ് ചെയ്തു അല്ലേ? അതാ ഇവിടെ, ഇവിടെ OPC ഡിസ്കസ് ചെയ്തോ ഇല്ലയോ? OPC കിടക്കുന്ന സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ക്ലോസ് 3 ഇല്ല. അപ്പൊ ഈ സെക്ഷൻ 3 ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലേ? ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പൊ ഞാൻ തിരിച്ച് സെക്ഷൻ 3 വരികയാണേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. സെക്ഷൻ 3 ഫോർമേഷൻ ഓഫ് എ കമ്പനിക്ക് 2 സബ്സെക്ഷൻ ഉണ്ട്. ഒന്ന് സബ്സെക്ഷൻ 1ഉം ഒന്ന് സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 1ൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോഫുൾ പർപ്പസിന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം.
അല്ലേ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു OPC ആയിരിക്കണം. ആണോ? ആണോ അല്ലയോ? യെസ്. പിന്നെ OPCയുടെ പല കണ്ടീഷൻസും അവർ പ്രൊവൈഡഡ് ദാറ്റ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്, പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ക്ലോസ് സിയിൽ OPCയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ്. ആ കണ്ടീഷൻസ് കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. OPC ഒരു 90% ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു 10% ബാക്കിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം അത് നോക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, സബ്സെക്ഷൻ 2-നകത്ത് എന്താ പറയുന്നത്? സബ്സെക്ഷൻ 2-ൽ എന്താ പറയുന്നതെന്ന് അറിയോ? മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഫോം ചെയ്ത കമ്പനി, മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഫോം ചെയ്ത കമ്പനി, അത് ഒന്നെങ്കിൽ ക്ലോസ് എ, അതിന്റെ അർത്ഥം എന്താ? സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ക്ലോസ് എ പ്രകാരം ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം. ക്ലോസ് ബി എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ അതൊരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്? ക്ലോസ് സി, അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് കമ്പനി ആകാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഫോം ചെയ്ത പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ OPC ആകുന്ന പ്രൈവറ്റ് കമ്പനിയോ ഒന്നെങ്കിൽ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, ഷെയർ ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള, മെമ്പറിന് അൺലിമിറ്റഡ് ലൈബിലിറ്റി വരുന്ന രീതിയിലുള്ള അൺലിമിറ്റഡ് കമ്പനി ആകാം. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ 2 ടൈപ്പ് കമ്പനീസേ ഉള്ളൂ. ഏതൊക്കെയായത്? യഥാർത്ഥത്തിൽ ഏതൊക്കെ കമ്പനീസേ ഉള്ളൂ? യഥാർത്ഥത്തിൽ 2 ഉള്ളൂ, പ്രൈവറ്റും പബ്ലിക്കും. ആ പ്രൈവറ്റ് വേണമെങ്കിൽ OPC ആകാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു OPC ആകുന്ന പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യും. നിങ്ങൾ അങ്ങനെ ഫോം ചെയ്ത ആ പ്രൈവറ്റോ പബ്ലിക്കോ അല്ലെങ്കിൽ OPC, പ്രൈവറ്റ് ആകുന്ന OPCയോ അതൊരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആകാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം, അൺലിമിറ്റഡ് കമ്പനി ആകാം. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഞാൻ സെക്ഷൻ 3 കാണിച്ചു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ സെക്ഷൻ 3. സെക്ഷൻ 3 കാണാമല്ലോ എല്ലാവർക്കും? Yes. Section 3. A company may be formed for any lawful purposes by 7 or more persons, clause A. Section 3, subsection 1, clause A. 7 or more persons where the company to be formed is to be a public company. Clause B. 2 or more persons where the company to be formed is to be a private company. Or clause C. 1 person where the company to be formed is a OPC, let's say private. എന്നിട്ട് OPCയുടെ കുറേ കണ്ടീഷൻസ് പറയുന്നു. ഇത്രയും കണ്ടീഷൻസാ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ഏതാ? ഇന്ത്യൻ സിറ്റിസൺ ആവണം, കൺസെന്റ് നൽകണം, അതൊക്കെ. പിന്നെ കൺസെന്റ് വിഡ്രോ ചെയ്യുക, അതൊക്കെ എല്ലാം ഇതിനകത്താ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതും പിന്നെ റൂൾസിനകത്തും പറയുന്നു കേട്ടോ. റൂൾസ് നമ്മൾ 3ഉം 4ഉം ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും 2-3 കാര്യങ്ങൾ കൂടെ നോക്കണം, അത് പിന്നെ നോക്കാം. ഇത് കണ്ടോ, സബ്സെക്ഷൻ 2. A company formed under subsection 1 may either, കണ്ടോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ? May either clause A, a company limited by share, or a company limited by guarantee, or an unlimited company. കിടക്കുന്നുണ്ടോ? യെസ്, എല്ലാരും കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസിന്റെ ചാർട്ട് വരയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ആദ്യം കമ്പനി എത്ര ടൈപ്പ് ഉണ്ട്? ഒരു രീതി പറഞ്ഞാൽ 3 ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ യഥാർത്ഥത്തിൽ 2 ടൈപ്പേ ഉള്ളൂ, പ്രൈവറ്റും പബ്ലിക്കും പിന്നെ OPC. പക്ഷെ അതെന്താണ് യഥാർത്ഥത്തിൽ? പ്രൈവറ്റ്. ഓക്കെ, എന്നിട്ട് ആ പ്രൈവറ്റ് കമ്പനി എങ്ങനെയൊക്കെ ആകാം? ആ പ്രൈവറ്റ് കമ്പനി ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, അല്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആകാം. മനസ്സിലായോ? ഇതേപോലെ തന്നെ ഏതും യെസ്, ഇതേപോലെ തന്നെ പബ്ലിക് കമ്പനി. യെസ് അല്ലേ?
ഇതേപോലെ തന്നെ ഏതും ഒ പി സിയുടെ താഴെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്. ഒരു പ്രൈവറ്റ് കമ്പനി ഷെയർ ഇഷ്യൂ പ്രൊഹിബിറ്റഡ് അല്ലേ? അപ്പൊ ഒ പി സി എങ്ങനെ ഷെയർ? മനസ്സിലായില്ല? മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോ, കുഴപ്പമില്ലടാ. മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോടാ, കുഴപ്പമില്ല. മൈക്ക് ഓൺ ചെയ്തോളാം. വെട്ടിയത് കുറേയൊക്കെ പോയല്ലോ. മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളാം. എന്തിയടാ, പോയോ? എവിടെ പോയടാ നീ? പറയടാ, പോയോ? ഡൗട്ട് എന്തായിരുന്നടാ? ഗൗതമേ, ഡൗട്ട് എന്തായിരുന്നടാ? പ്രൈവറ്റ് കമ്പനി ഷെയർ ഇഷ്യൂ പ്രൊഹിബിറ്റഡ് അല്ലേ? നോ 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 നോ. പ്രൈവറ്റ് കമ്പനിയിൽ എന്താ പ്രൊഹിബിറ്റഡ്? പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക് ഇഷ്യൂ നടത്തിക്കൂടാ. ഷെയർ ഇഷ്യൂ ഒക്കെ നടത്താം. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് വിചാരിച്ചു. ഇന്റർനാഷണൽ എയർലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മളെ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ നടത്താവോ? പറ്റും. നമ്മളെ കമ്പനി ഷെയർ ഇഷ്യൂ നടത്തിയിട്ടാണ് ഞാൻ 6000 ഷെയർസ് മേടിച്ചത്. മനസ്സിലായോ? ഷെയർ ഇഷ്യൂ ഒക്കെ നടത്താം, നോ പ്രോബ്ലം, പ്രൈവറ്റ് കമ്പനി. അപ്പൊ ഒ പി സിക്കും ഷെയർ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ആ ഷെയർ മൊത്തം ആര് മേടിക്കും? ആ ഒറ്റ ഒരാളാകുന്ന മെമ്പർ. അയാൾ ഫുള്ള് ഷെയർ മേടിക്കും. കാര്യം വേറെ മെമ്പേഴ്സ് ആകാൻ പറ്റില്ല. മനസ്സിലായോ? യെസ്. ഓക്കെ. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ സെക്ഷൻ 3 എന്താ ഗൈസ്? സെക്ഷൻ 3 ഫോർമേഷൻ ഓഫ് എ കമ്പനി. എങ്ങനെ ഒരു കമ്പനിനെ ഫോം ചെയ്യാം? ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി, അല്ലെങ്കിൽ ഒ പി സി ആകുന്ന പ്രൈവറ്റ് കമ്പനി. പിന്നെ നിങ്ങൾ ഫോം ചെയ്ത കമ്പനി ഒന്നെങ്കിൽ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എത്ര ടൈപ്പ് കമ്പനീസേ ഉള്ളൂ? യഥാർത്ഥത്തിൽ 2 ടൈപ്പേ ഉള്ളൂ. യെസ്, എല്ലാവർക്കും മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തതിലോട്ട് പോട്ടോ. അടുത്തേക്കോ. ഓൺ ദ ബേസിസ് ഓഫ്, സോറി, സ്മോൾ കമ്പനി പറഞ്ഞില്ല. ഓൺ ദ ബേസ് ഓഫ് എഴുതരുത്, സ്മോൾ കമ്പനി പറഞ്ഞില്ല. സോറി, സ്മോൾ കമ്പനി. അടുത്ത സ്മോൾ കമ്പനി ഏതാ? സെക്ഷൻ 2 ക്ലോസ് 85. ചോദ്യതാണ്, ഏത് കമ്പനിനെയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കുക? സ്മോൾ കമ്പനി ആവണമെങ്കിൽ അത് ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം. അപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനീനെ എന്തെന്ന് വിളിക്കാൻ പറ്റൂ? സ്മോൾ കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. ഈ പ്രൈവറ്റ് കമ്പനി 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. 2 കണ്ടീഷൻ. ഒന്ന് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒക്കെ എന്താണ്? തൽക്കാലം ടോട്ടൽ ക്യാപിറ്റൽ എന്നങ്ങ് വിചാരിച്ചോ. യെസ്, ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വിചാരിച്ചോ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞത്. ടേൺ ഓവർ അടുത്ത കണ്ടീഷൻ. ടേൺ ഓവർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. ടോട്ടൽ സെയിൽസ് എന്നൊക്കെ പറയും. ഓക്കെ. റവന്യൂ, ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു. ഈ ആൻഡലിന്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ടേൺ ഓവർ. യെസ്. അങ്ങനെയാണെങ്കിലേ ചോദ്യതാണ്, ഒരു കമ്പനി എപ്പോഴാണ് സ്മോൾ കമ്പനി? ആൻസർ വളരെ സിമ്പിൾ ആണ്. ഒരു കമ്പനി സ്മോൾ കമ്പനി ആവണമെങ്കിൽ അത് ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം. എന്നിട്ട് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. അപ്പൊ ഈ 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ക്യുമുലേറ്റീവ് കണ്ടീഷൻസ് ആണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഈ 2ൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നത്, മറ്റൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്നാൽ സ്മോൾ കമ്പനി അല്ല. സ്മോൾ കമ്പനി ആണെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. എത്ര കണ്ടീഷൻ? 2. ഓക്കെ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയുടെ മേളിൽ പോരുത്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ must not exceed should not exceed rupees 4 crores ആണ് കേട്ടോ. ഓക്കെ. ടേൺ ഓവറോ?
as per the immediately preceding P&L should not exceed 40 crore ആണ് കേട്ടോ. യെസ്, പക്ഷേ സെക്ഷൻ 2 ക്ലോസ് 85 വായിക്കുമ്പോൾ ഇതൊന്നും അല്ല കാണുന്നത്. ഈ 4 crore 40 crore ഒന്നും അല്ല കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന്. കാര്യം റൂൾസ് ഉണ്ട്, അതുകൊണ്ടാണേ. ആക്ച്വലി എടുത്ത് കാണിച്ചു തരാം. പ്രിലിമിനറി ചാപ്റ്ററിൽ ഡെഫിനിഷൻ ചാപ്റ്റർ, ഈ സ്മോൾ കമ്പനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അത് എക്സാമിന് പലതവണ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ, ഈ OMR ഇല്ലേ, OMR യഥാർത്ഥത്തിൽ 30 മാർക്കിനാണെങ്കിലും കേസ് സ്റ്റഡി ബേസ്ഡ് OMR ഉണ്ട്. അതിനകത്ത് സ്മോൾ കമ്പനിയൊക്കെ ഇടിച്ചു കയറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഡീസൈഫർ ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ചില തെറ്റുകൾ വരാം. അത് ഞാൻ പറഞ്ഞുതരാം. സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ കിടക്കുന്നത് 2 ക്ലോസ് 85 യെസ്, 85 ഇത്രയും കിടക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം. സ്മോൾ കമ്പനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അത് എടുത്തോ. യെസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ. ഞാൻ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷനും ആക്ച്വലി ഡെഫിനിഷൻ സെയിം ആണ്. ഓക്കെ, സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ആവരുത്. പബ്ലിക് കമ്പനി ആവരുത് എന്ന് പറഞ്ഞാൽ അത് ഏത് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്? അതർ ദാൻ എ പബ്ലിക് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ്. പബ്ലിക് കമ്പനി അല്ലെങ്കിൽ മറ്റേത് പ്രൈവറ്റാ, അത്രേ ഉള്ളൂ. കാര്യം 2 ടൈപ്പ് കമ്പനീസേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളുടെ പലതവണ ആയിട്ട് പറയുന്നത് അല്ലേ. സബ് ക്ലോസ് 1-ൽ എന്താ പറയുന്നത്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇത് സബ് ക്ലോസ് 1 കാര്യം ഇത് 85 ക്ലോസ് ആ. അപ്പൊ ഇത് സബ് ക്ലോസ് ആ, മനസ്സിലായോ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakhs. 50 lakhs എന്നാ പറയുന്നത്. ഓർ such higher amount as may be prescribed. നമ്മൾ ആക്ട് വായിക്കുമ്പോൾ എവിടെയെങ്കിലും ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് കണ്ടാൽ ബാക്കി പറയുന്ന റൂൾസിലാണെന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഹയർ എമൗണ്ട് എവിടെ പറയാം? സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പൊ റൂൾസിൽ ഹയർ എമൗണ്ട് പറയാം. അങ്ങനെ റൂൾസിൽ ഹയർ എമൗണ്ട് പറഞ്ഞു. 50 lakhനെയും കാട്ടിയും ഹയർ എമൗണ്ട് ആയ 4 crore പറഞ്ഞു. പക്ഷെ ഈ ഹയർ എമൗണ്ട് പറയുമ്പോഴേ വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 10 crore. 4 crore 10 crore താഴെയാണ്. അപ്പൊ നാളെ റൂൾസ് മാറ്റി 4 കോടി 5 കോടിയാക്കാം, 6 കോടിയാക്കാം, 7 കോടിയാക്കാം, 8 കോടിയാക്കാം, 9 കോടിയാക്കാം, 10 ആക്കാം, 11 ആക്കാൻ പറ്റില്ല. മനസ്സിലായത് എന്തുകൊണ്ടാണ് 11 ആക്കാൻ പറ്റാത്ത? കാര്യം റൂൾസിൽ മാക്സിമം 10 crores വരെ പറയാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായോ? ആൻഡ് സബ് ക്ലോസ് 2, ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 2 crore എന്നാ പറയുന്ന ആക്ടില്. പക്ഷേ ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പൊ റൂൾസ് എടുത്ത് നോക്കണം. റൂൾസിൽ 40 പറയുന്നേ. വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 100 crores. അപ്പൊ ഈ 40 നാളെ 50 ആക്കാം, 60 ആക്കാം, 70 ആക്കാം, 80 ആക്കാം, 90 ആക്കാം. ഇത്രയും പോരുത്. 100 വരെ ആക്കാം, പക്ഷെ 100ന്റെ മേളിൽ പോരുത്. മനസ്സിലായോ? ഈ പ്രൊവൈസ് വായിക്കണ്ട, ഞാൻ പിന്നെ വായിച്ചു തരാം. ഇത് കണ്ടോ, ആസ് പെർ ദ കമ്പനീസ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഡീറ്റെയിൽസ് റൂൾസ് 2014. അപ്പൊ ഡെഫിനിഷന്റെ റൂൾസ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ റൂൾ ബുക്കിലാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾ അത് എഴുതിയെടുത്തെന്നാണ് എന്റെ വിശ്വാസം. എഴുതിയെടുത്തിരുന്നോ? ഒരു സെക്കൻഡ്. ചാപ്റ്റർ വൈസ് ഡിവിഷൻ, കമ്പനീസ് ആക്ടിന്റെ ചാപ്റ്റർ വൈസ് ഡിവിഷൻ. അതിനകത്ത് കണ്ടോ, പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഏതുണ്ട്? റൂൾസ്, ആപ്ലിക്കബിൾ റൂൾസ് ഏതാ? കമ്പനി സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഡീറ്റെയിൽസ് റൂൾസ് 2014. കണ്ടോ? ഏത് ചാപ്റ്ററിന്റെ? പ്രിലിമിനറി ചാപ്റ്ററിന്റെ. പ്രിലിമിനറി ചാപ്റ്റർ സെക്ഷൻ 1 സെക്ഷൻ 2. അപ്പൊ സെക്ഷൻ 1 സെക്ഷൻ 2 റൂൾസിൻ്റെത് ഇതാ. ആ റൂൾസ് ആണ് ഇതാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്താ പറയുന്നത്? ഫോർ ദ പർപ്പസസ് ഓഫ് സബ് ക്ലോസ് 1 ആൻഡ് സബ് ക്ലോസ് 2 ഓഫ് ക്ലോസ് 85 ഓഫ് സെക്ഷൻ 2 ഓഫ് ദി ആക്ട്, paid up capital and turnover of the small company shall not exceed rupees 4 crore and rupees 40 respectively. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്,
അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാമേ. XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടെന്ന് അറിയോ? 2 കോടി ഉണ്ട്. മൈ ഗോഡ്. അവരുടെ ടേൺ ഓവർ എത്രയുണ്ടെന്ന് അറിയോ? 40 crore ഉണ്ട്. ചോദ്യം, ഇവരൊരു സ്മോൾ കമ്പനി ആണോ അല്ലയോ? സ്മോൾ കമ്പനി ആണോ അല്ലയോ? അതാണ് ചോദ്യം. ഉത്തരം എന്താന്ന് നിങ്ങൾ പറയൂ. സ്മോൾ കമ്പനി ആണോ? യെസ്, വൈഷ്ണവി പറയുന്നു യെസ്. സ്മോൾ കമ്പനി ഡസ് നോട്ട് എക്സീഡ് 40 എന്നാണെന്നാണ് സാറേ. യെസ്, മേഘ പറയുന്നു നോ. സം റീസൺ, മേഘ എന്തോ റീസൺ കാരണം നോ പറയുന്നു. ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. XYZ ലിമിറ്റഡ് എന്നാ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതൊരു പബ്ലിക് കമ്പനിയാ. നിങ്ങൾ എന്തുപോലും നോക്കേണ്ട ആവശ്യമില്ല. ഈ പെയർ ഓഫ് ഷെയർ ക്യാപിറ്റലും ടേൺ ഓവർ പോലും നോക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിലേ ഇത് സ്മോൾ കമ്പനി ആവില്ല. യെസ്, ഓ മൈ ഗോഡ്. യെസ്, ശ്രദ്ധിക്കില്ല. യെസ്, ഇതൊരു പബ്ലിക് കമ്പനിയാണ്. മനസ്സിലായോ? യെസ്, ഇത് ഞാൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇത് IC ഒരു തവണ അങ്ങനെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? യെസ്, ഇത് സ്മോൾ കമ്പനി അല്ല, ഇത് പബ്ലിക് കമ്പനി. അതുകൊണ്ട് ഇത് സ്മോൾ കമ്പനി ആകാൻ പറ്റില്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ ടേൺ ഓവർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പബ്ലിക് കമ്പനിയാണ്. വെറും 1 crore ആണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, വെറും 2 crore ആണ് ടേൺ ഓവർ. അതൊരു സ്മോൾ കമ്പനിയിൽ ചെറിയ കമ്പനി. അതും സ്മോൾ കമ്പനി ഒന്നുമല്ല, പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി ഒരിക്കലും സ്മോൾ കമ്പനി ആവാൻ പറ്റില്ല. മനസ്സിലായോ? യെസ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ ഇവിടെ ഹോൾഡിംഗ് കമ്പനി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു തരുന്നില്ല. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ? അപ്പൊ എല്ലാവർക്കും സ്മോൾ കമ്പനിയും പിന്നെ OPC മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ അതർ പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആരുടെ? ബൈജൂസാ. സംശയം വേണ്ട. ഈ പ്രൈവറ്റ് കമ്പനിയുടെ ടേൺ ഓവർ 40 കോടിയൊന്നും അല്ല, 400 കോടി അങ്ങനെ വേണ്ട. ഭയങ്കര വലിയ പ്രൈവറ്റ് കമ്പനിയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല, സ്മോൾ കമ്പനിയും അല്ല, OPCയും അല്ല. ഇത് വേറൊരു പ്രൈവറ്റ് കമ്പനി. സ്മോൾ കമ്പനിയും OPCയും അല്ലാത്ത വേറൊരു പ്രൈവറ്റ് കമ്പനി, നോർമൽ പ്രൈവറ്റ് കമ്പനി. മനസ്സിലായോ? അതാണ് ഈ അതർ പ്രൈവറ്റ് കമ്പനീസ് ഞാൻ പറഞ്ഞത്. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്? യെസ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ എഴുതിയോ? ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണേ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യും. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറിയുടെ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം. ഇപ്പുറത്ത് അസോസിയേറ്റ് കമ്പനി. ഈ കോൺസെപ്റ്റുകൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്താണ് ഹോൾഡിംഗ് കമ്പനി? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി എന്താണ്? ഓക്കെ, ഈ ഹോൾഡിംഗ് സബ്സിഡറി എന്ന് പറയുന്നത് റിലേറ്റീവ് ടേംസ് എന്ന് വെച്ചാൽ ഒരാളുണ്ടെങ്കിൽ, അതായത് ഹോൾഡിംഗ് കമ്പനി ഉണ്ടെങ്കിൽ സബ്സിഡറി കമ്പനി ഉണ്ട്, സബ്സിഡറി കമ്പനികൾ ഉണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. ഒരാളുണ്ടെങ്കിൽ മറ്റേ ആളുണ്ട്. റിലേറ്റീവ്. ഇയാളുണ്ടെങ്കിൽ അയാളുള്ളൂ, അയാളുണ്ടെങ്കിൽ ഇയാളുള്ളൂ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വൈഫ് ഉണ്ട്. അതേപോലെ സൺ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റിലേറ്റീവ് ടേംസാ. മനസ്സിലായോ? ഹോൾഡിംഗ് കമ്പനി ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 ക്ലോസ് 46 ആണ്. ഹോൾഡിംഗ് കമ്പനി സെക്ഷൻ 2 ക്ലോസ് 46 ആണ്. സബ്സിഡറി കമ്പനി 2 ക്ലോസ് 87 ആണ്. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനിഷൻ പഠിക്കേണ്ട, സബ്സിഡറി കമ്പനിയുടെ ഡെഫിനിഷൻ ആണ് പഠിക്കേണ്ടത്. കാര്യം സബ്സിഡറി കമ്പനി എന്താന്ന്, ഹോൾഡിംഗ് സബ്സിഡറി എന്താന്ന് വ്യക്തമായിട്ട് പറയുന്നത് സബ്സിഡറി കമ്പനിയുടെ ഡെഫിനിഷനായ 2 ക്ലോസ് 87 അപ്പൊ നമുക്കിനി ഏതാ നോക്കണ്ടേ? 2 ക്ലോസ് 87 സബ്സിഡറി കമ്പനിയുടെ ഡെഫിനിഷൻ ആണ് നോക്കേണ്ടത്. സബ്സിഡറി കമ്പനി
ചോദ്യം ഇതാണ്, എപ്പോഴാണ് ഒരു കമ്പനി ഹോൾഡിംഗ് ആവുന്നത്, മറ്റേ കമ്പനി സബ്സിഡറി ആവുന്നത്? എപ്പോഴാണ് ഈ ബന്ധം വരുന്നത്? ഈ ബന്ധം വരുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നടക്കുമ്പോഴാണ്. ഞാൻ ഒന്നും കൂടെ പറയാണ്, രണ്ടിൽ ഏതെങ്കിലും ഒരു സാഹചര്യം. അപ്പൊ രണ്ട് സാഹചര്യം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ ഒരു കമ്പനി ഹോൾഡിങ്ങും മറ്റേ കമ്പനി സബ്സിഡറിയും ആവും. ഏതാണ് ആ സാഹചര്യം? ഒരു സാഹചര്യം, വെൻ വൺ കമ്പനി controls more than one half of the voting rights of another company. ഈ ഡെഫിനിഷൻ കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് ഞാൻ പയ്യെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ? വെൻ വൺ കമ്പനി controls or exercises more than one half of the voting power, total voting power അല്ലെ voting rights of another company. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഈ പറയുന്നത്? നമ്മളുടെ കമ്പനിയില് 50 മെമ്പേഴ്സ് ഇല്ലേ? ഈ മെമ്പേഴ്സ് എന്താണ് യഥാർത്ഥത്തിൽ? ഓണേഴ്സ് ആണ്. ആണോ അല്ലയോ? മെമ്പേഴ്സ് എന്താണ് ഗൈസ്? ഓണേഴ്സ് ആണ്. ഓണേഴ്സിന് എന്തുണ്ട്? ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഓണേഴ്സ് ഒരു കമ്പനിയുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്? ഓക്കെ, ഡിസിഷൻസ് എടുക്കുന്നത് മീറ്റിംഗിലാണ്. അപ്പോ ഒരു കമ്പനിയിൽ എത്ര ടൈപ്പ് മീറ്റിംഗ് ഉണ്ട്? ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത പേജ് എടുത്തിട്ട് ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വരയ്ക്കാം. ഓക്കെ, നടുക്ക് എഴുതിക്കോ, മീറ്റിംഗ്സ് ഇൻ എ കമ്പനി. ശരിയോ? മീറ്റിംഗ്സ് ഇൻ എ കമ്പനി ഇതേ 4 ഡിവൈഡ് ചെയ്യണേ. 4 ടൈപ്പ് മീറ്റിംഗ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ആദ്യത്തെ താഴെ എഴുതിക്കോ, ബോർഡ് മീറ്റിംഗ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ്. അടുത്തത് ജനറൽ മീറ്റിംഗ് ആണ്, മെമ്പേഴ്സിന്റെ മീറ്റിംഗ്. അടുത്തത് ക്ലാസ് മീറ്റിംഗ് എന്താണെന്ന് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ക്ലാസ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്. ഈ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് മീറ്റിംഗ്സ് പറഞ്ഞതുകൊണ്ട് ഇതും കൂടെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചതാണ്. ഇതെന്താന്ന് തൽക്കാലം ചിന്തിക്കുകയും കൂടെ വേണ്ട, വിട്ടേരെ. ചോദ്യം ഇതാണ്, എന്താണ് ബോർഡ് മീറ്റിംഗ്? ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ്. അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പങ്കെടുക്കുന്നത്. എന്നിട്ട് അവർ തീരുമാനങ്ങളൊക്കെ എടുക്കും. ജനറൽ മീറ്റിംഗോ? മെമ്പേഴ്സിന്റെ മീറ്റിംഗ് ആണ് ജനറൽ മീറ്റിംഗ്. മനസ്സിലായോ? ക്ലാസ് മീറ്റിംഗ് എന്താണെന്നും ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് തൽക്കാലം പഠിക്കുകയേ വേണ്ട. ക്ലാസ് മീറ്റിംഗ് തൽക്കാലം പഠിക്കണ്ട. ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കുകയേ വേണ്ട, അത് ഫൈനലിന്റെ ഒക്കെ പോർഷനാണ്. അതെന്താണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, തൽക്കാലം 2 ടൈപ്പ് മീറ്റിംഗ് ഒന്ന് വിചാരിച്ചോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പങ്കെടുത്ത് തീരുമാനം എടുക്കുന്ന മീറ്റിംഗും മെമ്പേഴ്സ് പങ്കെടുത്ത് തീരുമാനം എടുക്കുന്ന മീറ്റിംഗ്, ജനറൽ മീറ്റിംഗും ബോർഡ് മീറ്റിംഗ്. ഈ ജനറൽ മീറ്റിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം AGM, മറ്റത് EGM. ചോദ്യം ഇതാണ്, എന്താണ് AGM? ആനുവൽ ജനറൽ മീറ്റിംഗ്. അതാണ് AGM. EGM എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓക്കെ, ഇത്രയും വരച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ AGM എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ആനുവൽ ഡേ ഉണ്ടായിരുന്നു. ആനുവൽ ഡേ, യെസ്, നമ്മളെ സ്കൂളുകളിൽ ആനുവൽ ഡേ ഒരു വർഷം എത്ര തവണ ഉണ്ടാവും? ഒരേ ഒരു തവണ ഉണ്ടാവും, വൺസ്. ആണോ? AGM എന്ന് വെച്ചാലേ ഒരു കമ്പനി ആണെങ്കിൽ
എല്ലാ വർഷവും ഒരു തവണ നിർബന്ധമായിട്ട് മെമ്പേഴ്സിന്റെ ഒരു ജനറൽ മീറ്റിംഗ് നടത്തിയേ പറ്റൂ. അതിനെയാണ് AGM എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കമ്പനിക്കും AGM ഉണ്ടോ? ഉണ്ട്. ഓക്കെ, OPCക്ക് ഇല്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, എല്ലാ പ്രൈവറ്റും എല്ലാ പബ്ലിക് കമ്പനിക്കും AGM ഉണ്ടോ? ഉണ്ട്. നടത്തണമെന്ന് നിർബന്ധമാണോ? ആണ്. എല്ലാ വർഷവും നടത്തണോ? നടത്തണം. എന്ന് പറയുന്ന മീറ്റിംഗിന്റെ പേരാണ് AGM. മനസ്സിലായോ? യെസ്. അപ്പൊ AGM എല്ലാ വർഷവും. മനസ്സിലായോ? ഈ AGMത്തിലാണ് മെമ്പേഴ്സ് കമ്പനീനെ പറ്റിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. ആരായിരിക്കണം ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി? ആരായിരിക്കണം ഓഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി? ഡിവിഡൻഡ് വല്ലതും കൊടുക്കണോ? പിന്നെ അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതെന്താന്ന് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം ഒരു ഏജ്യത്തിൽ ഈ 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് കൂടുന്നത്. ഒന്ന് അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, മറ്റത് അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, മൂന്നാമത് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, നാലാമത്തത് അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ? അതാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ കമ്പനിയിലെ ആദ്യത്തെ ഡയറക്ടേഴ്സിനെയാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഓക്കെ, നമ്മളെ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരാകും എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എഴുതി വെക്കും. മനസ്സിലായോ? അപ്പൊ കമ്പനി രൂപീകരിക്കപ്പെട്ടാൽ ആരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ്? അത് നേരത്തെ തന്നെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? AOAയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കമ്പനി ഫോം ആയത് 01/04/2023 എന്ന് വിചാരിച്ചോ. നമ്മളെ കമ്പനി രജിസ്ട്രേഷനും ഇൻകോർപ്പറേഷനും കിട്ടിയത് എന്ന് വിചാരിച്ചോ. യെസ്. ആരൊക്കെയായിരുന്നു ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസിൽ പറയുന്നു, ഞാൻ, സന, ഗൗതം. നമ്മൾ 3 പേരും ആയിരിക്കണം ഡയറക്ടേഴ്സും നേരത്തെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നു. അപ്പൊ നമ്മളാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. മനസ്സിലായോ? സബ്സീക്വന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ് 1 വർഷം വരെ ആയിരിക്കും ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അടുത്ത വർഷം ഒരു 31 മാർച്ച് ആകുമ്പോൾ അവർക്ക് ഡയറക്ടർഷിപ്പിന്റെ സ്ഥാനം ഒഴിയത്തൊന്നുമില്ല. പക്ഷെ ഇനി വേറെ ആൾക്കാർക്കും കൂടെ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗിൽ മെമ്പേഴ്സ് ചിലപ്പോൾ വേറെ ആൾക്കാരെയൊക്കെ എടുത്തെന്നൊക്കെ ഇരിക്കാം. അപ്പൊ ഫസ്റ്റ് ഡയറക്ടേഴ്സ് 1 വർഷം വരെ ഉണ്ടാവത്തുള്ളൂ, ആദ്യത്തെ 1 വർഷം. പക്ഷെ ഈ ഒരു 31 മാർച്ച് വരെ അല്ല, അതിൽ കൂടും. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഡയറക്ടേഴ്സ് മനസ്സിലായോ? അത് ആദ്യത്തെ 1 വർഷം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പിന്നീട് ആരായിരിക്കും ഡയറക്ടേഴ്സ്? ആ തീരുമാനം എടുക്കാൻ പോകുന്നത് മെമ്പേഴ്സാണ്. മെമ്പേഴ്സ് എവിടെ വെച്ചാ തീരുമാനം എടുക്കും? മെമ്പേഴ്സ് മീറ്റിംഗിൽ തീരുമാനം എടുക്കും. ഏത് മീറ്റിംഗിൽ? ഏജ്യത്തിൽ തീരുമാനം എടുക്കും. മനസ്സിലായോ? അപ്പൊ ഒരു ഏജ്യം നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? ഇനി വരാൻ പോകുന്ന സമയത്ത് ആരായിരിക്കണം ഡയറക്ടർ? അടുത്ത ഏജ്യം വരെ ആരായിരിക്കണം ഡയറക്ടർ? അടുത്ത ഏജ്യം വരെ ആരായിരിക്കണം ഓഡിറ്റർ? അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനാണ് ഒരു ഏജ്യം നടത്തേണ്ടിയിരിക്കുന്നത് എല്ലാ വർഷവും. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? Everybody understood why we conduct an AGM? So that these important decisions are taken. That is appointment and reappointment of directors. What do you mean by reappointment? See, right now the directors are, one is me, the other person is Sana, the other person is Gautam. See, in the coming AGM, if I am getting appointed again as a director, that means I am reappointed. Understood? Sana also got reappointed. Yes. Unfortunately, Gautam did not get reappointed. Shambhu got appointed. So Shambhu got appointed. The other 2 people, they got reappointed. That's the difference between the word reappointed and appointed. You have to use it according to the circumstance. Understood? Yes. So guys, the question is, why do we conduct AGM? So that the members can decide on very important matters relating to the company. One such matter being, who will be the directors of the company for the coming year till the next AGM, because every year there's an AGM. So 1 year, next year, the next year, every year there's an AGM. So our 1 year gap, who will be the director is the question. Understood? And the decision is taken by members in an AGM. Understood?
Again, the question is, member എങ്ങനെ ആകുന്നേ? How do you become a member in a company? Either by becoming subscribers to the memorandum. മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരു ഷെയർ എങ്കിലും എടുക്കണമെന്നാ. അപ്പൊ ബേസിക്കലി അവർക്കും ഷെയർ ഉണ്ട് കേട്ടോ. ഒരു ഷെയർ എങ്കിലും മിനിമം എടുക്കണമെന്നാ. Next, how do you become a member of a company? When you have given your written consent to become member. When do you give your written consent? When you are buying shares. ആണോ? These are the two ways in which you become member of the company, right? Right, guys? Yes. 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 ആണോ അല്ലേ? Yes. 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 Now listen to me. When you purchase share, you become member. Now, there are two types of shares. One is equity share and the other is preference share. I hope you know the difference between equity shares and preference shares. I know you know. Since foundation, you've been hearing equity shares and preference shares. Also, people who are pursuing chartered accountancy through their direct entry, they also know through their BCom and all what is an equity share and what is a preference share. But to be brief about it, I'll just briefly explain what equity shares are and what preference shares are. See, kinds of share capital, kinds of shares എന്ന് പറയുന്നത് section 43 ആണ്. So basically what I'm going to teach next is section 43. 43 കഴിഞ്ഞ് മീറ്റിംഗ്സും കഴിഞ്ഞ് പല കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഹോൾഡിംഗ് സബ്സിഡറി എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റൂ. ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഹോൾഡിംഗ് സബ്സിഡറി പറയണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ പറയണം. അപ്പൊ ഞാൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹോൾഡിംഗ് സബ്സിഡറിയിലോട്ട് തിരിച്ചു വരാം. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് വൈ ഐ ടുക്ക് എ ലിറ്റിൽ detour. Now, kinds of share capital. Kinds of shares, section 43. If you want, I'll just show you the act. In the act itself, it is mentioned that section 43. 43 is share capital and debentures first section. Now, see, section 43 and the kinds of share capital. Yeah. Can you do one thing? Can you go back to your index and can you write share capital and kinds of share capital, section 43? Just write in your index. In the index ചെയ്യാൻ തപ്പേ. Just write in your index. നിങ്ങൾ എഴുതിക്കോ. ഞാൻ പിന്നീട് എഴുതി നോട്ട് അയച്ചു തരാം. ഓക്കെ, ഞാൻ പിന്നീട് എഴുതി അയച്ചു തരാം. I have to organize my notes. I haven't touched them in a very long time. Okay. So, kinds of share capital. Section 43 ആണേ. അപ്പൊ ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസും ഉണ്ട്. യെസ്, ഇക്വിറ്റി എന്താന്ന് ചോദിച്ചാലേ, equity എന്താ? Those shares which are not preference shares. അപ്പൊ പ്രിഫറൻസ് എന്താ? Those shares which are not equity shares. ആണോ? അല്ല. പ്രിഫറൻസ് ഷെയർസിന് ഒരു ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. കൈൻഡ്സ് ഓഫ് ഷെയർസിനകത്ത് രണ്ടെണ്ണമാണ് പറയുന്നത്, ഇക്വിറ്റിയും പ്രിഫറൻസും. ഇക്വിറ്റി എന്താ? പ്രിഫറൻസ് അല്ലാത്ത എല്ലാ ഷെയറും. അപ്പൊ പ്രിഫറൻസ് ഷെയർ എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത ഷെയർസ് അല്ല ഇക്വിറ്റി ഷെയർസ്. നമ്മൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനി പോലെ. പബ്ലിക് കമ്പനി എന്താ? പ്രൈവറ്റ് കമ്പനി അല്ലാത്തത്. എന്നാൽ പ്രൈവറ്റ് കമ്പനി എന്താ? രണ്ട് റെസ്ട്രിക്ഷനും ഒരു പ്രൊഹിബിഷനും ഉള്ളത്. ആ റെസ്ട്രിക്ഷൻ ഏതൊക്കെയാണ്, ആ പ്രൊഹിബിഷൻ ഏതൊക്കെയാണ്, കുറെ പ്രൊവൈഡ്സും ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ രണ്ടെണ്ണം ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് ഇതല്ലാത്തത് മറ്റതാണ് എന്നുള്ള രീതിയിലാണ് കമ്പനീസ് ആക്ച്വലി മിക്ക ഡെഫിനിഷൻ. മനസ്സിലായോ? സോ ദ ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ആർ പ്രിഫറൻസ് ഷെയർസ്? പ്രിഫറൻസ് ഷെയർ ആവണമെങ്കിൽ preference shares have two preferential rights over equity shares. Preference shares ആവണമെങ്കിൽ they should have two preferential rights. So the question is, what do you mean by preferential rights? മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുൻപരിഗണന. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം.
കോവിഡിന്റെ ഒരു വാക്സിൻ ഇരിപ്പുണ്ടേ, രണ്ടുപേര് വന്നു. കോവിഡ് വാക്സിൻ എല്ലാവർക്കും കിട്ടാൻ യോഗ്യതയുണ്ടോ? യെസ്, എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ട്, ശംഭുവിന് കിട്ടാൻ യോഗ്യതയുണ്ട്, ആർക്കും ആണെങ്കിലും വാക്സിൻ എടുക്കാം അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ തരും. ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എത്രയാ, 200 അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ആരൊക്കെ ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവര് കുറെ പേരുണ്ടോ? എടുക്കാതിരിക്കുന്ന നല്ലത്. എടുക്കണ്ട കേട്ടോ. ചിലർക്ക് ബൂസ്റ്റർ ഡോസ് എടുത്ത് ചില അലർജിക് റിയാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് അലർജിക് റിയാക്ഷൻ വന്നു. ഒരു ഗേൾ ആണ്, അത് കല്യാണത്തിനൊക്കെ കുറച്ച് മുമ്പായിട്ടൊക്കെയാണ് വന്നത്. മുഖത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, മുഖത്തല്ല ഫുൾ ബോഡി പിമ്പിൾസ് പോലെ വന്നു, ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വന്നു. അത് കോവിഡിന്റെ വാക്സിന്റെ ബൂസ്റ്റർ ഡോസിന്റെ അലർജിക് റിയാക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. എനിവേസ്, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. കോവിഡ് വാക്സിൻ ഉണ്ട്. ഓക്കെ, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളും കോവിഡ് വാക്സിന് വേണ്ടി വന്നു. മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആളും കോവിഡ് വാക്സിന് വേണ്ടി വന്നു. മിസ്റ്റർ എക്സിന്റെ വയസ്സ് 30, മിസ്റ്റർ വൈന്റെ വയസ്സ് 60. ഒറ്റ വാക്സിനെ ബാക്കിയുള്ളൂ. ഇനി വാക്സിൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് പറ, ആർക്ക് കൊടുക്കും? മിസ്റ്റർ എക്സിന് കൊടുക്കോ, മിസ്റ്റർ വൈന് കൊടുക്കോ? മിസ്റ്റർ എക്സിന് കൊടുക്കോ, മിസ്റ്റർ വൈന് കൊടുക്കോ? മിസ്റ്റർ വൈനാ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഏജ് കൂടുതലുള്ളവർക്കായിരുന്നു ആദ്യം. മിസ്റ്റർ എക്സിന് കൊടുക്കൂടാ ശംഭു. മിസ്റ്റർ വൈനാ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏജ് കൂടുതലുള്ളവർക്കായിരുന്നു ആദ്യം വാക്സിൻ അവൈലബിൾ ആക്കിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. യെസ് യെസ്. അപ്പം ഏജ് വെച്ച് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് വാക്സിന്. അപ്പൊ മിസ്റ്റർ വൈ ഹാസ് പ്രിഫറൻസ് ഓവർ മിസ്റ്റർ എക്സ്. അപ്പൊ ചോദ്യം ഇതാണ്, മിസ്റ്റർ എക്സിന് വാക്സിൻ കിട്ടത്തില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഇല്ല, അടുത്ത വാക്സിൻ വരുമ്പോൾ മിസ്റ്റർ എക്സിന് കിട്ടും. പക്ഷെ ഇപ്പൊ രണ്ടുപേരുടെ ഇടയിൽ നോക്കുമ്പോൾ മിസ്റ്റർ വൈക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്. അതാണ് ഈ പ്രിഫറൻസ് അല്ലെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. രണ്ടുപേർക്കും കിട്ടും, ആദ്യം ആർക്ക് കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ്. മനസ്സിലായോ? പ്രിഫറൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പിടികിട്ടിയോ? രണ്ടുപേർക്കും കിട്ടും, പക്ഷെ ആദ്യം ആർക്ക് കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ്. മനസ്സിലായോ? ആണോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആവണമെങ്കിൽ അവർക്ക് രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ആരെ വെച്ച് നോക്കുമോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് നോക്കുമോ? അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് അവകാശങ്ങൾ ആദ്യം ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. മനസ്സിലായോ? യെസ്, മനസ്സിലായോ? ഏതൊക്കെയാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്? ആദ്യത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻഡ്. യെസ്, ചോദ്യതാണ്, എന്താണ് ഡിവിഡൻഡ്? ഒരു കമ്പനിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്സിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, നമ്മളെ കമ്പനി 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു വർഷം. ഇതിൽ 6 ലക്ഷം എനിക്ക് പൈസ ആയിട്ട് കിട്ടി, 4 ലക്ഷം നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ കിട്ടിയതിന്റെ ടോട്ടലാണ്. അപ്പൊ ഈ 6 ലക്ഷം എന്താ? കമ്പനി ഞാനാകുന്ന മെമ്പറിന് തന്ന ഡിവിഡൻഡ്. ഈ ഡിവിഡൻഡ് എന്താ? ഷെയർ ഓഫ് പ്രോഫിറ്റ്. മനസ്സിലായോ? അപ്പൊ ഈ 4 ലക്ഷം എന്താ? 4 ലക്ഷവും ഡിവിഡൻഡാ. നിങ്ങൾക്ക് 49 പേർക്ക് കിട്ടിയതിന്റെ ടോട്ടലാണ്. അതാണ് ഡിവിഡൻഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡിവിഡൻഡ് എന്താ? ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് which a company gives to its members, owners. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണെങ്കിലേ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ എന്താ ബെനിഫിറ്റ്? കമ്പനി എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിലേ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവൂ. അതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? യെസ്. അപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം, എന്നിട്ടേ ആർക്ക് കൊടുക്കാവൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവൂ. അതാണ് ആദ്യത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ്. എല്ലാവർക്കും മനസ്സിലായോ? ഈ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഫിക്സ്ഡ് റേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ചില സമയത്ത് അത് ക്യുമുലേറ്റീവ് ആകാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പയ്യെ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ശരി, ഇനി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. രണ്ടാമത്തത് ഞാനിവിടെ ആൻഡ് എന്ന് എഴുതുകയാണ്. കാര്യം എന്താ? രണ്ട് കണ്ടീഷനാണ്, രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ്.
preferential right as to repayment of capital at the time of winding up. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, നമ്മളെ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ പല ടൈപ്പ് ഉണ്ട്. ഓതറൈസ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ഉണ്ട്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ബേസിക്സാ, നിങ്ങൾക്ക് അറിയുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാലും ഞാനത് ടച്ച് ചെയ്യാം, പിന്നീട് ടച്ച് ചെയ്യാം. തൽക്കാലം ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് അതിന്റെ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസും ഉണ്ട്. ബേസിക്കലി ഇക്വിറ്റി ഷെയർസ് എത്ര ഉണ്ടെന്ന് വെച്ചാല് 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അതിന്റെ അർത്ഥം എത്ര രൂപ ടോട്ടൽ വരും? 10 ലക്ഷം ടോട്ടൽ വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 1 lakh of 10 ഈച്ച്, അപ്പൊ 10 ലക്ഷം. പ്രിഫറൻസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ്, അതും 1 lakh തന്നെയാണ്. യെസ്, അതും 1 lakh തന്നെ. ഓഫ് റുപ്പീസ് ആണെങ്കിൽ 50 ഈച്ച് വെക്കാം. ഓക്കെ, അപ്പൊ എത്ര വരും? 50 lakhs. അപ്പോ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്ര? 60 lakhs. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? ഈ ഇക്വിറ്റി ഷെയർസ് ഇല്ലേ, ഇക്വിറ്റി ഷെയർസിന്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് 60,000 ഷെയർസ് എന്റെ കയ്യിൽ, ഓക്കെ, ബാക്കി 40,000 ഷെയർസ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ഇല്ലേ, അതിന്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്നറിയോ? അത് 1 ലക്ഷം ഷെയർസാ. 50,000 ഷെയർസ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ, ബാക്കി 50,000 ഷെയർസ് മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ. പറഞ്ഞു കിട്ടിയോ? എന്റെ ആദ്യത്തെ ചോദ്യം, നമ്മളുടെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഗൈസ്? നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? പറയൂ, നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? പെട്ടെന്ന് പറ, ഉറക്കപ്പറ. റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ ഉറക്കപ്പറ. ഓരോരുത്തരായിട്ട് പറ. 50 എന്ന് ഒരാൾ പറയുന്നു, തെറ്റെന്ന് ഞാൻ പറയുന്നു. 50 എന്ന് വേറൊരാളും പറയുന്നു, തെറ്റെന്ന് ഞാൻ വീണ്ടും പറയും. എടേ 52 ഉണ്ടടേ. നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടാ. ഉറങ്ങിയിരിക്കെ. ഒരു ശ്രദ്ധയില്ല. നമ്മൾ 50 പേരും കൂടെ ചേർന്ന് ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി 50 മെമ്പേഴ്സ് ആയി. പ്ലസ് ആരൊക്കെ ഉണ്ട്? പ്ലസ് മിസ്റ്റർ എക്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളും പ്ലസ് മിസ്റ്റർ വൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളും. അപ്പൊ എത്ര പേരുണ്ട്? 52 പേരുണ്ട്. മനസ്സിലായ? ഞാനും അതേഴ്സും എന്ന് വെച്ചാൽ ഞാൻ ഒരാള്, നിങ്ങൾ 49 പേര്, പിന്നെ മിസ്റ്റർ എക്സ് 50, 51, സോറി 51, പിന്നെ 52. അല്ലേ, 52 മെമ്പേഴ്സ് ഉണ്ടേ. ആണോ അല്ലയോ? എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൾസോ മെമ്പേഴ്സ്. എന്താ അവർക്ക് മെമ്പർ ആയിക്കൂടെ? മെമ്പർ ആവുന്നത് ഷെയർ മേടിച്ചിട്ടാ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മെമ്പർ അല്ലേ? എടേ ആണടേ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മെമ്പറായി. എന്തിടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോശമല്ലേ? അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും എന്താ? മെമ്പറാ. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അത് കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും എന്താ? മെമ്പറാ. അണ്ടർസ്റ്റുഡ്? യെസ് ഗൈസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേരുണ്ട്. ഇവർക്ക് ആദ്യം ആർക്ക് ഡിവിഡൻഡ് കൊടുക്കും? ആദ്യം മിസ്റ്റർ എക്സിനും മിസ്റ്റർ വൈനും കൊടുത്തതിന് ശേഷമേ എനിക്കും നിങ്ങൾക്കും തരാവൂ. യെസ്, അങ്ങനെയാണല്ലോ. ഇനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ്
amount ആയിരിക്കും. എന്താണ് ഫിക്സ്ഡ് റേറ്റ്? സി 1 ലക്ഷം പ്രിഫറൻസ് ഷെയർസ് ഇല്ലേ, അത് 15% 1 lakh പ്രിഫറൻസ് ഷെയർ ഓഫ് ₹50 ഈച്ച്. ഇങ്ങനെ പറയുകയാണെങ്കിൽ 50 ലക്ഷമാണ് ടോട്ടൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതിന്റെ 15% ആണ് എല്ലാ വർഷവും കൊടുക്കാനുള്ള ഡിവിഡൻഡ്. അപ്പൊ പ്രിഫറൻസ് ഷെയർസിന്റെ കൂടെ ഒരു പെർസെന്റേജ് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താ? അത് ഡിവിഡൻഡ് റേറ്റ് ആണ്. അതെന്താണ്? ഡിവിഡൻഡ് റേറ്റ് ആണ്. ഡിബെഞ്ചേഴ്സിന്റെ കൂടെ ഒരു പെർസെന്റേജ് പറയുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ്, ബാങ്കാ. അതുപോലെയല്ല പ്രിഫറൻസ് ഷെയർസിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന ആ പെർസെന്റേജ് ഡിവിഡൻഡിന്റെ റേറ്റ്. നിങ്ങൾക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും 50 ലക്ഷത്തിന്റെ 15%. 50 ലക്ഷത്തിന്റെ 15%. 50 ലക്ഷത്തിന്റെ 15% എത്രയാ? 7.5 lakhs കൊടുക്കേണ്ടി വരും ഡിവിഡൻഡ് ആയിട്ട്. മനസ്സിലായോ? യെസ്, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്നാലേ ചില സമയത്ത് ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കത്തില്ല, ചില സമയത്ത് ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും. ഇങ്ങനെയാ പറയുന്നത്. ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, എല്ലാ വർഷവും 5 ലക്ഷം രൂപ ഡിവിഡൻഡ് ആയിട്ട് നൽകും. അതിന്റെ അർത്ഥം എന്താ? ഈ 5 ലക്ഷം എന്ന് പറയുന്നത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്, അത് ഫിക്സ്ഡ് റേറ്റ് അല്ല. ഡിവിഡൻഡിന്റെ റേറ്റ് തന്നിട്ടുണ്ടെങ്കിലേ ടോട്ടൽ വെച്ചാ മൾട്ടിപ്ലൈ ഉണ്ട്, ടോട്ടൽ ക്യാപിറ്റൽ വെച്ചാ മൾട്ടിപ്ലൈ ഉണ്ട് എപ്പോഴും. മനസ്സിലായോ? റേറ്റ് ഇസ് ടു ബി മൾട്ടിപ്ലൈഡ് അഗെയിൻസ്റ്റ് ദ ആക്ച്വൽ ക്യാപിറ്റൽ paid up. ആക്ച്വൽ ക്യാപിറ്റൽ paid up എന്നാണ് പിന്നീട് പറഞ്ഞുതരാം. എവരിബഡി അണ്ടർസ്റ്റുഡ്? യെസ്. അങ്ങനെയാണെങ്കിലേ ഇമാജിൻ our company made for the financial year 23-24 80 lakhs as profit. That means ഇതിൽ നിന്ന് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫിക്സഡ് റേറ്റ്. അപ്പൊ 7.5 lakhs കിട്ടിയെന്ന് വിചാരിച്ചോ, അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കണം? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ബാക്കി വരുന്നത് എത്രയാ? 80 minus 7.5 എത്രയാ ഗൈസ്? 72.5 lakhs ഇനിയുണ്ട്. ഇത് വേണമെങ്കിൽ ആർക്ക് കൊടുക്കാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അപ്പൊ ആദ്യം ആർക്ക് കൊടുത്തിട്ടേ കൊടുക്കാവൂ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ കൊടുക്കാവൂ. ഇതാണ് ഫസ്റ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ്. ആണോ? എന്നാൽ രണ്ടാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്താണെന്നറിയോ? വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. എന്തിന്റെ സമയത്ത്? വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി അടച്ചുപൂട്ടുക. അടച്ചുപൂട്ടുമ്പോ എന്താ ചെയ്യുന്നത്? കമ്പനിയുടെ അസറ്റ്സ് എല്ലാം എടുത്ത് എന്ത് ചെയ്യും? വിൽക്കും. ആണോ? ലിക്വിഡേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ലയബിലിറ്റീസും കൊടുത്ത് തീർത്ത് വരും. ലയബിലിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഔട്ട്സൈഡ് ലയബിലിറ്റി ഉണ്ട്, ഇൻസൈഡ് ലയബിലിറ്റി ഉണ്ട്. ഈ ഇൻസൈഡ് ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ. മനസ്സിലായോ? കമ്പനിക്ക് ഔട്ട്സൈഡ് ലയബിലിറ്റി എത്ര ഉണ്ടെന്ന് വെച്ചാലേ 2 കോടി ഉണ്ട്. ബാങ്ക് ലോൺ ആണ് 2 കോടി. ഇൻസൈഡ് ലയബിലിറ്റി എന്തുണ്ടെന്ന് വെച്ചാലേ ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്. ആദ്യം പ്രിഫറൻസ് ക്യാപിറ്റൽ എഴുതാം, ശരിക്കും കൂടെ നല്ലതാ. പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്. പ്രിഫറൻസ് ക്യാപിറ്റൽ എത്ര രൂപയുണ്ട്? 50 ലക്ഷം. ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയുണ്ട്? 10 ലക്ഷം. ഇതാ മേളിൽ ഞാൻ എഴുതിയതായിരുന്നു 50ഉം 10ഉം. 60. 10ഉം 50. 10 ഇക്വിറ്റി, 50 പ്രിഫറൻസ്. ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിലേ 60 ലക്ഷം ക്യാപിറ്റൽ ഇൻസൈഡ് ലയബിലിറ്റി. ഇൻസൈഡ് ക്യാപിറ്റൽ എന്നൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോറി, ഇൻസൈഡ് ലയബിലിറ്റി എന്നാ ഉദ്ദേശിച്ചത്. ചില സമയത്ത് എന്റെ ചിന്ത എവിടേക്കോ പോകുന്നു. എന്നെ മോട്ടിവേറ്റ് ചെയ്യൂ ഗൈസ്, ശ്രദ്ധിച്ചിരിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യൂ. ശരി, അപ്പൊ 60 ലക്ഷം അല്ലേ? അങ്ങനെയാണെങ്കിലേ അസറ്റ്സ് 5 കോടിയുടെ ഉണ്ടെന്ന് വിചാരിച്ചു. 5 കോടിയുടെ അസറ്റ്സ് വിറ്റപ്പോ 5 കോടി രൂപ കിട്ടി. 5 കോടി രൂപ കിട്ടിയപ്പോ ആദ്യം എന്ത് കൊടുത്തുവിടും? ആദ്യം ഈ 5 കോടി ഉപയോഗിച്ച് ഈ 2 കോടി ബാങ്ക് ലോൺ കൊടുക്കും. ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ എത്ര രൂപ ബാക്കി വരും? 3 കോടി. 3 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇൻസൈഡ് ലയബിലിറ്റി ആയ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പ്രിഫറൻസ് ക്യാപിറ്റൽ ആദ്യം കൊടുക്കും. അപ്പൊ ഇതിൽ നിന്ന് 50 ലക്ഷം കുറയ്ക്കണം.
50 ലക്ഷം കുറയ്ക്കുമ്പോൾ 2.5 കോടി രൂപ ബാക്കി. ഈ 2.5 കോടി രൂപ ബാക്കി നിൽക്കുമ്പോൾ 10 ലക്ഷം രൂപയായ ഇക്വിറ്റി തിരിച്ചു കൊടുക്കണം. ഇക്വിറ്റി തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര ബാക്കി വരും? 2,40,00,000. ഈ 2,40,00,000 എന്താണെന്നറിയോ? ഇതിനെയാണ് റെസിഡ്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാ ലയബിലിറ്റി കൊടുത്തു തീർത്തിട്ടും ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ, എല്ലാ ലയബിലിറ്റിയും കൊടുത്തു തീർത്തിട്ട് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കും എന്നറിയോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തില്ല, നേരെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് ഈ 2.5 കോടി. അതായത് ആദ്യം അവരുടെ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നതായിട്ടും പിന്നെ 2,40,00,000 രൂപ അവർക്ക് റെസിഡ്യൂ പ്രോഫിറ്റ് ആയിട്ടും ഫുള്ളും കിട്ടും. മനസ്സിലായോ? പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം ആരുടെ ക്യാപിറ്റലാണ് തിരിച്ചു കൊടുത്തത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റലാണ് ആദ്യം തിരിച്ചു കൊടുത്തത്, എന്നിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ കൊടുത്തത്. സാധാരണ ഒരു കമ്പനി വൈൻഡിങ് അപ്പിന് പോകണമെങ്കിലേ ആ കമ്പനി ഇൻസോൾവെന്റ് ഒക്കെ ആകുമ്പോഴാണ്. ഒരിക്കലും ഒരു കമ്പനി നല്ല സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും വൈൻഡ് അപ്പ് ചെയ്യത്തില്ല. അപ്പം വൈൻഡ് അപ്പിന് പോകുമ്പോൾ ഇൻസോൾവൻസി ആയിരിക്കും. ഇൻസോൾവൻസി ആകുമ്പോൾ പൈസ തികയുന്നില്ല. പൈസ തികയാത്തത് കൊണ്ട് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പൊ ചിലപ്പം ബാക്കി വന്ന പൈസ കുറച്ചെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടത്തില്ല ചിലപ്പോൾ. അപ്പൊ ഈ 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെയും ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്താന്ന് പിടികിട്ടിയോ? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദോസ് shares which have preferential right as to payment of dividend, either as a fixed rate or fixed amount, which may be free or taxable as per income tax act. പിന്നെ preferential right as to repayment of capital at the time of winding up. വൈൻഡിങ് അപ്പിന്റെ സമയത്ത്, കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? അസറ്റ് എല്ലാം എടുത്ത് വിൽക്കും, കൊടുത്തുവിടാനുള്ള ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തുവിടുന്ന സമയത്ത് ആർക്കാണ് ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കിട്ടാൻ പോകുന്നത്? പ്രിഫറൻസിന്, എന്നിട്ടാണ് ഇക്വിറ്റിക്ക്. എന്നിട്ട് എന്തെങ്കിലും റെസിഡ്യൂ എമൗണ്ട് ബാക്കി ഉണ്ടെങ്കിൽ അതെന്താ? അത് ഇക്വിറ്റി ഷെയർസിനുള്ളതാ. കാര്യം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് എല്ലാ ലൈബിലിറ്റി കൊടുത്തു തീർത്തിട്ടും ബാക്കി വരുന്ന പൈസയുടെ മേളിൽ അവകാശം. അത് റെസിഡ്യൂ പ്രോഫിറ്റ്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? 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 മനസ്സിലായെങ്കിൽ വേറെ ചില കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഞാനേ നിങ്ങളുടെ മുമ്പിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും വെക്കുകയാണ്. നിങ്ങൾ ഏത് ഷെയർ? ഞാൻ ഇത്രയും പഠിപ്പിച്ചു, ഇത് വെച്ച് നിങ്ങൾ പറ. പഠിപ്പിച്ചത് വെച്ച് പറ. നിങ്ങൾ ഇക്വിറ്റി ഷെയർ എടുക്കുമോ അത് പ്രിഫറൻസ് ഷെയർ എടുക്കുമോ? ഒരു പൂച്ചയുടെ മുന്നിൽ ഉണക്കമീനും ഇക്വിറ്റി എടുക്കുമോ? പൂച്ച ഏത് ഷെയർ എടുക്കും? ഇക്വിറ്റി ഷെയർ എടുക്കുമോ പൂച്ച? ഇത്രയും പഠിപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇക്വിറ്റി ഷെയർ തന്നെ എടുക്കും. അതെന്താ? ഞാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞല്ല? ഇല്ല, ഞാൻ വേറെ പറയാനുള്ളത് കൂടെ പറയാം. നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് എന്നാ പറയുന്നത്, കാര്യം നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. അത് ശരിയാണ്. ആ എക്സ്ട്രാ റൈറ്റുകൾ കൊടുത്തത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മേജർ ആയിട്ടുള്ള റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. റെസ്ട്രിക്ട് എന്ന് ഞാൻ പറഞ്ഞു, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടടേ, വോട്ടിംഗ് റൈറ്റ് ഉണ്ടടേ. പക്ഷെ എല്ലാ കാര്യത്തിനും ഇല്ല, ചില കാര്യത്തിന് മാത്രം. ആ വോട്ടിംഗ് റൈറ്റിന്റെ സെക്ഷൻ 47, അതായത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ കാര്യത്തിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ? ഉണ്ടടേ. എല്ലാ കാര്യത്തിനും ഉണ്ടോ? ഇല്ലടേ. ചില കാര്യത്തിന് മാത്രമേ ഉള്ളൂ? ആണടേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ? എല്ലാ കാര്യത്തിനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എല്ലാ കാര്യത്തിനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും മനസ്സിലായാടേ? അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, അൺറെസ്ട്രിക്റ്റഡ് ആണ്. അവർക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ? റെസ്ട്രിക്റ്റഡ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോഴേ നമ്മളൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എന്തിനാ? കാര്യം തീരുമാനിച്ച്, കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. തീരുമാനം എടുക്കണമെങ്കിൽ വോട്ടിംഗ് റൈറ്റ് വേണം. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ സാധാരണ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല. കാര്യം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും, അവർ പോത്തില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ AGM-ലൊക്കെ പോയി പല തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ?
അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് AGM-ൽ പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇതും നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഞാൻ ഓൾറെഡി 2 ചാർട്ട് വരച്ചു. ഒന്ന് ഡിഫറെന്റ് മീറ്റിംഗ്സിന്റെ ചാർട്ട്. ഈ ചാർട്ട് കഴിഞ്ഞിട്ട് അടുത്തൊരു ചാർട്ട് ഉണ്ട് കേട്ടോ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നടുക്ക് എഴുതിക്കോ, റെസൊല്യൂഷൻസ്. എഴുതിയോ? റെസൊല്യൂഷൻസ് എഴുതിയിട്ട് 3 ഡിവൈഡ് ചെയ്യും. 3. റെസൊല്യൂഷൻ എന്താന്ന് വെച്ചാലേ ബ്രാക്കറ്റ് എഴുതിക്കോ, ഡിസിഷൻ. തീരുമാനങ്ങളെയാണ് റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. തീരുമാനങ്ങളെയാണ് റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എടുക്കുന്ന തീരുമാനങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, പിന്നെ ലാസ്റ്റിൽ യുനാനിമസ് റെസൊല്യൂഷൻ. സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോ, UNANIMOUS റെസൊല്യൂഷൻ. ഇത് എവിടുത്തെ റെസൊല്യൂഷൻസാ? ജനറൽ മീറ്റിംഗിലെ റെസൊല്യൂഷൻസാ കേട്ടോ. ജനറൽ മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗിൽ ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം, അത്രേ ഉള്ളൂ. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ, എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്താണ് യുനാനിമസ് റെസൊല്യൂഷൻ? ഓർഡിനറി റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാലേ വളരെ സിമ്പിൾ. മെമ്പേഴ്സ് AGM അറ്റൻഡ് ചെയ്യുമ്പോൾ, അതും ഏത് ടൈപ്പ് മെമ്പേഴ്സ്? ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന മെമ്പേഴ്സ് AGM അറ്റൻഡ് ചെയ്യുമ്പോൾ അവര് തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് എടുക്കുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാർ യെസ് പറയണം. മെജോറിറ്റി ആൾക്കാർ, സിമ്പിൾ മെജോറിറ്റി. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഈ മെജോറിറ്റി? നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 50. 50ന്റെ മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 26. 24 മൈനോറിറ്റി എന്ന് വെച്ചാൽ എന്താ? 26 പേര് യെസ് പറഞ്ഞാൽ 24 പേര് നോ പറഞ്ഞാലും ആ തീരുമാനം എടുത്തതിന് തുല്യമായി. അങ്ങനത്തെ തീരുമാനങ്ങളെയാണ് ഓർഡിനറി റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയോ? ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യെസ് പറയുന്ന ആൾക്കാര് നോ പറയുന്ന ആൾക്കാരെയും കാട്ടി ഒരെണ്ണം എക്സ്ട്രാ മതി. അതിന്റെ അർത്ഥം, നമ്മളെ കമ്പനിയിലെ 51 മെമ്പേഴ്സ് ഉണ്ട്. എത്ര മെമ്പേഴ്സ്? 51. 26 പേര് യെസ് പറഞ്ഞു, 25 പേര് നോ പറഞ്ഞു. ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായോ? ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായി. കാര്യം ഒരെണ്ണം എക്സ്ട്രാ മതി. 25 നോ, 26 യെസ് പറഞ്ഞു, ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞു യെസ്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിലേ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പേര് യെസ് പറയണം? ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാവണമെങ്കിൽ 51 പേര് യെസ് പറയണം, 49 പേര് നോ പറഞ്ഞാലും കുഴപ്പമില്ല. 101 ഉണ്ടെങ്കിലോ 51 പേര് യെസ് പറയണം, 50 പേര് നോ പറഞ്ഞാലും കുഴപ്പമില്ല. 10 മെമ്പേഴ്സ് ഉള്ള ചെറിയ കമ്പനി ആണെങ്കിലും 10 മെമ്പേഴ്സേ ഉള്ളൂ. 6 പേര് യെസ് പറയണം, 4 പേര് നോ പറഞ്ഞാലും കുഴപ്പമില്ല. അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും ഓർഡിനറി റെസൊല്യൂഷൻ മനസ്സിലായോ? യെസ് പറയുന്ന ആൾക്കാർ നോ പറയുന്ന ആൾക്കാരും കാട്ടി ഒരെണ്ണം കൂടിയാൽ മതി. വെറും ഒരെണ്ണം. അങ്ങനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനറി റെസൊല്യൂഷൻ പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? ഈ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും രണ്ടിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന സെക്ഷൻ 114. അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഈ 114 വിട്ടേരെ, അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവർക്കും ഓർഡിനറി റെസൊല്യൂഷൻ മനസ്സിലായോ? അപ്പൊ കമ്പനിയുടെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എത്ര മെമ്പേഴ്സ് യെസ് പറയണം? നോ പറയുന്ന ആൾക്കാരെയും കാട്ടി ഒരെണ്ണം എക്സ്ട്രാ, അതായത് മെജോറിറ്റി ആൾക്കാർ യെസ് പറയണം. പക്ഷേ ചില തീരുമാനങ്ങൾ, ഇച്ചിരി പ്രാധാന്യം അറിയിക്കുന്ന തീരുമാനങ്ങൾ, അവിടെ സിമ്പിൾ മെജോറിറ്റി പോരാ. അറ്റ്ലീസ്റ്റ് 75% ആൾക്കാരെങ്കിലും യെസ് പറയണം. അപ്പൊ ബാക്കി 25 നോ പറഞ്ഞാലോ കുഴപ്പമില്ല,
ഈ റെസൊല്യൂഷൻ പാസ്സായോ? പാസ്സായി എന്ന് വെച്ചാൽ തീരുമാനം എടുത്തോ? എടുത്തു. ഇച്ചിരി കൂടെ പ്രാധാന്യം അറിയിക്കുന്ന തീരുമാനങ്ങളാണ്. കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന തീരുമാനമാണോ ഓർഡിനറി റെസൊല്യൂഷൻ, ഇന്ന തീരുമാനമാണോ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇന്ന തീരുമാനമാണോ അത് ഓർഡിനറി വേറി, ഇന്നതാണോ അയ്യോ അത് സ്പെഷ്യൽ വേണം. അങ്ങനെ കമ്പനീസ് ആക്ട് തന്നെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്, ഏതൊക്കെ ഓർഡിനറി വേണം, ഏതൊക്കെ സ്പെഷ്യൽ വേണം. ഇതിന് നമ്മളൊരു ഇൻഡെക്സ് ഉണ്ടാക്കാം. തൽക്കാലം ഇൻഡെക്സ് വേണ്ട, ഞാൻ പറയുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? യഥാർത്ഥത്തിൽ 75% എന്നല്ല പറയും. യെസ്, യഥാർത്ഥത്തിൽ സെക്ഷൻ 114 എന്താ പറയുന്നതെന്ന് അറിയോ? യെസ് പറയുന്ന ആൾക്കാര് നോ പറയുന്ന ആൾക്കാരെയും കാട്ടിയും 3 ഇരട്ടി വേണമെന്നാ പറയുന്നത്. നോ പറയുന്ന ഒരാളുണ്ട്, അങ്ങനെയാണെങ്കിൽ യെസ് പറയുന്ന ആൾക്കാർ 3 പേര് വേണം. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 3/4 എന്ന് പറഞ്ഞാൽ എന്താ? 75%. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സെക്ഷൻ 114 75% എന്നല്ല പറയുന്നേ. സെക്ഷൻ 114 75% എന്നല്ല പറയുന്നത്. യെസ് പറയുന്ന ആൾക്കാർ 3 ഇരട്ടി വേണം നോ പറയുന്ന ആൾക്കാരെയും കാട്ടിയും, അങ്ങനെയാണ് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? യെസ്. അങ്ങനെയാണെങ്കിലേ 20 മെമ്പേഴ്സ് ഉള്ള കമ്പനിയാണ്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ എത്ര പേര് യെസ് പറയണം? 20യുടെ 75 എടുത്താൽ മതി. എത്ര പേര് യെസ് പറയണം? 15 ആൾക്കാർ യെസ് പറയണം. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? യെസ്, സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ചോദ്യം, യുനാനിമസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? യുനാനിമസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? ചില തീരുമാനങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാ മെമ്പേഴ്സും, ഓൾ ദ മെമ്പേഴ്സ് മസ്റ്റ് അഗ്രി. മനസ്സിലായോ? ഓൾ ദ മെമ്പേഴ്സ് മസ്റ്റ് അഗ്രി. മനസ്സിലായോ? അതാണ് യുനാനിമസ് റെസൊല്യൂഷൻ. എന്നാൽ ഓർഡിനറി റെസൊല്യൂഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ടി വരുന്ന കേസ് ഞാൻ പറയാം. വോളണ്ടറി ചേഞ്ച് ഓഫ് നെയിം. ചേഞ്ച് ഓഫ് നെയിം ഓഫ് കമ്പനി നോക്കിക്കോ. ചേഞ്ച് ഓഫ് നെയിം ഓഫ് കമ്പനി. ഓക്കെ, യുനാനിമസ് റെസൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ എഴുതണ്ട, അത് സമയത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നോക്കണ്ട. ഓക്കെ, സമയത്തുമ്പോൾ പറഞ്ഞുതരാം എവിടെ യുനാനിമസ് റെസൊല്യൂഷൻ വേണ്ടി വരുമെന്ന്. ചില കാര്യത്തിന് യുനാനിമസ് റെസൊല്യൂഷൻ വേണ്ടി വരും കേട്ടോ, അത് എവിടെയാണെന്ന് അത് എത്തുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് തരാം. തൽക്കാലം ബ്രേക്ക് ഒന്നും എടുക്കണ്ട. ഈ ഒരു കോൺസെപ്റ്റും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറെ കോൺസെപ്റ്റുകൾ ഫിനിഷായി. അപ്പൊ നിങ്ങൾക്ക് നേരെ ഇനി എന്തിലോട്ട് കയറാം? നമുക്ക് ചാപ്റ്ററായ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സിലോട്ട് കയറാം. ഈ ഇൻട്രൊഡക്ഷനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മുന്നിലോട്ട് പോകാൻ എളുപ്പമാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ സ്റ്റാക്ട് പറയുന്നതൊന്നും ക്ലിക്ക് ആവില്ല. മനസ്സിലായോ? ശരി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എത്ര എണ്ണം ഉണ്ട്? 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഓക്കെ, ഓഫ് ₹10 ഈച്ച്. അതിന്റെ അർത്ഥം എത്രയാ ക്യാപിറ്റൽ? ടോട്ടൽ ക്യാപിറ്റൽ ₹10 ലക്ഷം ആണോ? ഈ 1 ലക്ഷത്തിനകത്ത് 60,000 ഷെയർ എന്റെ, 40,000 ഷെയർ നിങ്ങളുടെ ആണോ? അത് നിങ്ങൾ 49 പേര്, ഒരെണ്ണം ഞാൻ, അപ്പൊ ടോട്ടൽ 50 മെമ്പേഴ്സ് ആണല്ലോ. ഗൈസ്, ഞാൻ നിങ്ങളുടെ എന്താ പറഞ്ഞേ? എല്ലാ വർഷവും എന്തുണ്ടാവും? AGM ഉണ്ടാവും. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടാവും. എന്നാലേ ഞാൻ AGM-ത്തിനെ പറ്റി ചില കാര്യങ്ങളും കൂടെ പറയാൻ പോവാണ്. വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണം. AGM എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഞാൻ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എക്സാമിന് ചോദിക്കുന്നതാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളും വേണമെങ്കിൽ ബുക്കിൽ എഴുതിക്കോ. അടുത്തൊരു ഒരു ഡയഗ്രാം ആയിട്ട് വരച്ചോ, എഴുതിക്കോ. ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എഴുതിയോ?
ഇതൊന്ന് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യണേ. ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, സബ്സീക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്. ഈ ഫസ്റ്റ് ഏജിയമും സബ്സീക്വന്റ് ഏജിയമും എന്താണ് അതിന്റെ അർത്ഥം? ഫസ്റ്റ് ഏജിയം എന്ന് വെച്ചാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ആയിട്ട് നടത്താൻ പോകുന്ന ആദ്യത്തെ ഏജിയത്തിനെയാണ് ഫസ്റ്റ് ഏജിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ഏജിയം കഴിഞ്ഞിട്ട് സബ്സീക്വന്റ് ഇയേഴ്സിൽ നടക്കുന്ന ബാക്കിയുള്ള ഏജിയത്തിനെയാണ് സബ്സീക്വന്റ് ഏജിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? സോ വാട്ട് യു മീൻ ബൈ ഫസ്റ്റ് ഏജിയം? ഫസ്റ്റ് ഏജിയം the first AGM of the company, okay, and subsequent AGMs of the company other than the first AGM. Yes, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ കമ്പനീനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാലേ, നമ്മളെ കമ്പനിയിലെ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് നമ്മളെ കമ്പനീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് 01/04/2023 ആണെന്ന് വിചാരിച്ചു. 01/04/2023 ഇൻകോർപ്പറേഷൻ കിട്ടിയ കമ്പനിയാണ് നമ്മളുടെ കമ്പനി. ഓക്കെ, ഫസ്റ്റ് ഏജിയം നടത്താനുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാലേ 9 months ഫ്രം ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. 9 മാസത്തിനുള്ളിൽ നടത്തണം. എന്തിൽ നിന്ന്? ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ്. നമ്മളുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയത് 01/04/2023 അപ്പൊ നമ്മളുടെ കമ്പനിയിലെ ഫിനാൻഷ്യൽ ഇയർ എൻഡ്, ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുന്നത് 23. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുന്നത് 31st March 2024 ആണ്. ഇതാണ് ഫിനാൻഷ്യൽ ഇയർ എൻഡ്. ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന് 9 മാസത്തിനുള്ളിൽ 31st March നിന്ന് 9 മാസം കൂട്ടിക്ക്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 9, 5ഉം 4, 9. അതിന്റെ അർത്ഥം 31st December 2024 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ത് നടത്താൻ? ഫസ്റ്റ് ഏജിയം നടത്താൻ. ആരുടെ? നമ്മളുടെ കമ്പനിയുടെ. മനസ്സിലായോ? 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 വിത്തിൻ 9 months നടത്തണമെന്നാ. അപ്പൊ 31st December തന്നെ നടത്തണമെന്നല്ല. 30th December നടത്താം, 29 നടത്താം, വേണമെങ്കിൽ ഒക്ടോബറിൽ നടത്താം, നവംബറിൽ നടത്താം, സെപ്റ്റംബറിൽ നടത്താം, എപ്പോഴെങ്കിലും നടത്താം. പക്ഷെ എപ്പോ? 9 മാസത്തിനുള്ളിൽ നടത്തണം. എന്തിൽ നിന്ന്? ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ചോദിക്കാണ്, AGM എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് AGM ഉണ്ട്, സബ്സീക്വന്റ് AGM ഉണ്ട്. ഫസ്റ്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് എങ്ങനെയാ ഗൈസ്? ഫസ്റ്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് എങ്ങനെയാ ഗൈസ്? 9 months ഫ്രം ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ആണോ? 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 സബ്സിക്വന്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് പറഞ്ഞു തരാം. 6 months ഫ്രം ദി എൻഡ് ഓഫ് subsequent years, subsequent financial years. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ കമ്പനി എന്നാ ഇൻകോർപ്പറേറ്റ് ആയത്? 01/04/2023. അപ്പൊ ഫസ്റ്റ് AGM എപ്പം നടത്തണം? 31/03/2024 നിന്ന് 9 മാസത്തിനുള്ളിൽ. അതായത് ലാസ്റ്റ് ഡേറ്റ് 31/12/2024. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫസ്റ്റ് AGM. ഈ ഫസ്റ്റ് AGM നടത്തിയെന്ന് വിചാരിച്ചോ? നടത്തിയെങ്കിൽ ഇനി അടുത്ത വർഷം നടത്താൻ പോകുന്നത് സബ്സിക്വന്റ് AGM ആണ്. അടുത്ത വർഷം എന്ന് പറയുന്നത് എപ്പോ? അടുത്ത ഫിനാൻഷ്യൽ ഇയർ. ഈ ഫിനാൻഷ്യൽ ഇയർ ഏതാ? 23-24. അപ്പൊ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഏതാ? 24-25. അതായത് 01/04/2024 തൊട്ട് 31st March 2025 ആയി. അടുത്ത വർഷമായി. അതിൽ നിന്ന് എത്ര മാസത്തിനുള്ളിൽ നടത്തണം? 6 മാസത്തിനുള്ളിൽ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഏതാ? 31st March 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് ഏതാ? ഏപ്രിൽ, മെയ്,
ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30th. അപ്പൊ എല്ലാ സബ്സീക്വന്റ് ഏജസിന്റെയും ലാസ്റ്റ് ഡേറ്റ് ഏതാ? സെപ്റ്റംബർ 30th. ഇവിടെ സെപ്റ്റംബർ 30th 2025. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? 2023 എങ്ങനെയാണ്? 2023-24 എങ്ങനെയാണ്? 2024-25 എങ്ങനെയാണ്? മനസ്സിലായോ? ഇതും നടത്തിയെന്ന് വിചാരിച്ചോ. ഇനി അടുത്ത വർഷം എന്ന് പറയുന്നത് ഏതാ? 25-26 ആണോ? 24-25 കഴിഞ്ഞു. അയ്യോ, സെപ്റ്റംബർ ആയി, ഞാൻ ജൂൺ എഴുതി വെച്ചല്ലേ. ഐ ആം ദ സോറി. ഞാൻ 5-6 എണ്ണീട്ട് ഞാൻ അത് വെച്ച് എഴുതിയത്. നിങ്ങൾ എന്നെ തിരുത്തണം കേട്ടോ. ഞാൻ ചില മണ്ടത്തരങ്ങളൊക്കെ എഴുതി വയ്ക്കും, തിരുത്തണം കേട്ടോ. എന്റെ ചിന്ത ശരിയാവുന്നില്ല, ഞാൻ ഡിസ്ട്രാക്റ്റഡാ, ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏകാന്തത. ഓക്കെ, ശരി. 25-26. ഓക്കെ, 25-26 പറഞ്ഞാൽ 01-04 2025 to 31st March 2026 ആണോ? സബ്സിക്വന്റ് ഏജും അപ്പൊ എത്രയാ? 6 monthsനുള്ളിൽ. 6 months എന്ന് പറയുമ്പോൾ എപ്പോ വരും? 30th September 2026. എല്ലാവർക്കും മനസ്സിലായോ? ഇതും നടന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം വീണ്ടും ഏതാത്? 26-27. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? ഈ ഒരു പർട്ടിക്കുലർ ക്രോണോളജിക്കൽ ഓർഡർ മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും മനസ്സിലായോ? ഗൈസ് മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിലേ തീർന്നിട്ടില്ല, ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഫസ്റ്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് 9 months. സബ്സീക്വന്റ് AGMs നടത്താനുള്ള ടൈം പീരീഡ് 6 months. ആണല്ലോ? ഉറപ്പാണല്ലോ? സംശയമില്ലല്ലോ? യെസ്, ഇതാണ് ടൈം പീരീഡ്. എന്നാലേ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് വിചാരിച്ചു ഏജ്യത്തിന്റെ. ഫോർ എക്സാമ്പിൾ ഈ ലേറ്റസ്റ്റ് ഏജ്യത്തിൻ്റെത് 30th September തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഡേറ്റിൽ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ എപ്പ ഏജ്യം നടത്തും? അത് രാവിലെ 4 മണിക്കൊക്കെ നടത്താൻ പറ്റുമോ? അമ്പലത്തിലൊക്കെ ജസ്റ്റ് മറ്റേ പാട്ടുകളൊക്കെ വെച്ച് തുടങ്ങുന്ന സമയം, ആ സമയത്ത് നടത്താൻ പറ്റും? ആ സമയത്തൊന്നും നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? 9 AM to 6 PM വേണം നടത്താൻ. ഇതിന്റെ ഇടയിൽ വേണം നടത്താൻ. അപ്പൊ 10 മണിക്ക് നടത്താൻ പറ്റൂ? 10 മണി രാവിലെ? യെസ്. 11 മണി രാവിലെ? യെസ്. 12 മണി? യെസ്. 1 മണി ഉച്ചയ്ക്ക്? യെസ്. 2 മണി ഉച്ചയ്ക്ക്? യെസ്. 3 മണി ഉച്ചയ്ക്ക്? യെസ്. മനസ്സിലായോ? പക്ഷെ 9 മണി തൊട്ട് 6 മണി വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്, അപ്പോഴേ നടത്താവും. മനസ്സിലായോ? ചോദ്യം, ഡേറ്റ് ചൂസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ് ഏതെങ്കിലും ഹോളിഡേ ആകാൻ പറ്റും. അതായത് വിച്ച് ഡേ എനി ഡേ അതർ ദാൻ നാഷണൽ ഹോളിഡേ. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് നാഷണൽ ഹോളിഡേ? ഓണം ഒരു നാഷണൽ ഹോളിഡേ ആണോ? ഈസ്റ്റർ ഒരു നാഷണൽ ഹോളിഡേ ആണോ? മൊഹറം ഒരു നാഷണൽ ഹോളിഡേ ആണോ? യെസ്. കൃഷ്ണ ജയന്തി ഒരു നാഷണൽ ഹോളിഡേ ആണോ? നബിദിനം ഒരു നാഷണൽ ഹോളിഡേ ആണോ? പിന്നെ ഹിന്ദി പറ. ആണോ? അല്ല. നാഷണൽ ഹോളിഡേ എന്ന് വെച്ചാല് സെൻട്രൽ ഗവൺമെന്റ് ചില ഡേറ്റുകൾ നാഷണൽ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റുകൾ മാത്രം. സെൻട്രൽ ഗവൺമെന്റ് 3 ഡേറ്റുകൾ മാത്രമാണ് യൂഷ്വലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ റിപ്പബ്ലിക് ഡേ, പിന്നെ ഗാന്ധി ജയന്തി. ഇൻഡിപെൻഡൻസ് ഡേ എപ്പോ വരും? ഗാന്ധി ജയന്തി എപ്പോ വരും? റിപ്പബ്ലിക് ഡേ എപ്പോ വരും? പെട്ടെന്ന് പറ. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ. ഈ റിപ്പബ്ലിക് ഡേന്റെ പ്രത്യേകത എന്താ? അതൊക്കെ പോട്ടെ, നിങ്ങൾ പറ, പെട്ടെന്ന് പറ. ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റിലാണോ? സെപ്റ്റംബറിലാണോ? എപ്പോഴാ? പറ. ഓഗസ്റ്റ് 15 ആണ്. ശരി. റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി പറ. ജാനുവരി 26. ശരി. അപ്പൊ നമ്മുടെ ഗാന്ധി ജയന്തി കൂടെ പറഞ്ഞേ. October 2 ആണോ? യൂഷ്വലി ഈ 3 ദിവസങ്ങളായിരിക്കും എന്തായിട്ട് വരുന്നത്? നാഷണൽ ഹോളിഡേ ആയിട്ട് വരുന്നത്.
ചോദ്യം, സൺഡേ ഒരു നാഷണൽ ഹോളിഡേ ആണോ? സൺഡേ ഇസ് എ പബ്ലിക് ഹോളിഡേ, ഇറ്റ് ഇസ് നോട്ട് എ നാഷണൽ ഹോളിഡേ. അപ്പൊ AGM സൺഡേയിൽ നടത്താവോ? നടത്തിക്കോ. പക്ഷെ അത് 26 ജനുവരി ആകരുത്, ഓഗസ്റ്റ് 15 ആകരുത്, ഒക്ടോബർ 2 ആകുന്ന ഞായറാഴ്ച ആകരുത്. വേറെ ഏത് ഞായറാഴ്ച വേണമെങ്കിലും നടത്താവോ? നടത്തിക്കോ. രാവിലെ പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയോ? നടത്തിക്കോ. വൈകുന്നേരം ഒരു 8 മണിയായിട്ട് നടത്തിയാൽ മതിയോ? പറ്റില്ല. 9 മണി തൊട്ട് 6 മണി വരെ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. ഏത് ഡേ? എനി ഡേ അതർ ദാൻ നാഷണൽ ഹോളിഡേ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യം, പ്ലേസ് എവിടെ വെച്ച് നടത്തും? എവിടെ വെച്ച് നടത്തും? പ്ലേസ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏതോ എവിടെയാണോ, ആ ബിൽഡിംഗ് എവിടെയാണോ അവിടെ വെച്ച് നടത്തണം. അയ്യോ, ആ ബിൽഡിംഗിൽ സ്ഥലമില്ല, കൂടിപ്പോയ ഒരു റൂമിൽ 20 പേർക്ക് ഇരിക്കാൻ പറ്റും, നമ്മൾ 50 മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സിറ്റിയിലാണോ ആ സിറ്റി അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ ടൗണിലുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്ത്, പക്ഷെ സിറ്റി ലിമിറ്റ് ആയിരിക്കണം, വില്ലേജ് ലിമിറ്റ് ആയിരിക്കണം, ടൗൺ ലിമിറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്താണ് നമ്മളുടെ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡിന്റെ എന്തുള്ളത്, രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത്. രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത് സ്റ്റാച്യു എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിനകത്ത് വെച്ച് നമുക്ക് AGM നടത്താം. പക്ഷെ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിച്ചെന്നറിയോ? വർക്കലയിൽ ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ നമ്മൾ AGM നടത്താമെന്ന്. പറ്റില്ലടേ, കാര്യം ട്രിവാൻഡ്രം സിറ്റി ലിമിറ്റ് വിട്ടുപോയി, പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ട്രിവാൻഡ്രത്ത് സിറ്റിയിൽ ഏതെങ്കിലും റിസോർട്ട് എടുക്കേണ്ടി വരും. പക്ഷെ റിസോർട്ട് ഒന്നും വേണ്ട, അത് വൃത്തിയായിട്ട് നമുക്കൊരു കോൺഫറൻസ് ഹാൾ എടുക്കാം. മനസ്സിലായോ? അപ്പൊ സ്റ്റാച്യുവിന്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് ശാസ്തമംഗലത്തെയാവും ചെയ്യാം, വെള്ളയമ്പലത്തെയാവും ചെയ്യാം, തമ്പാനൂരും ചെയ്യാം, നെടുമങ്ങാട് ചെയ്യാവോ? ഇല്ല, അത് ഇച്ചിരി ദൂരെ പോയി, സിറ്റി ലിമിറ്റിന്റെ അപ്പുറം പോയി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പാറശാല ചെയ്യാവോ? ഇല്ല, പറ്റത്തില്ല, അത് അപ്പുറം പോയി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കൊല്ലത്തെയോ? ഇല്ലല്ല, വേറെ ഡിസ്ട്രിക്ട് തന്നെയാ അത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയാ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയാ? അപ്പൊ ചോദ്യം, പ്ലേസ് 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 രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. ചെറുതാണെങ്കിലോ സ്ഥലമില്ലെങ്കിലോ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സിറ്റി ആണോ, ഏത് വില്ലേജ് ആണോ, ഏത് ടൗൺ ആണോ, ആ ലിമിറ്റിന്റെ അകത്തുള്ള വേറെ ഏതെങ്കിലും കോൺഫറൻസ് ഹാളോ ഹോട്ടലോ റിസോർട്ടോ സ്റ്റേഡിയമോ ഒക്കെ ആവാം കേട്ടോ. നല്ല സ്ഥലമൊക്കെ വെച്ചിട്ട് നമുക്ക് AGM നടത്താം. കുറെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയൊക്കെ വേണ്ടി വരും. അങ്ങനെ നടത്തിയിട്ടുള്ള കമ്പനികളും ഉണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തിട്ട് AGM നടത്തിയിട്ടുണ്ട്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ ഗുരു സിനിമയില്ലേ, ഗുരു സിനിമ, ആ ഗുരു സിനിമയിനകത്തുണ്ട്. അഭിഷേക് ബച്ചന്റെ സിനിമയില്ലേ, അത് യഥാർത്ഥത്തിൽ ധീരുഭായ് അംബാനിയുടെ കഥയെ പറയാം, അതിനകത്തുണ്ട്. ഓക്കേ ഓക്കേ, എല്ലാവർക്കും പറഞ്ഞ് പിടികിട്ടിയോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, AGM എന്താണത്? ആനുവൽ ജനറൽ മീറ്റിംഗ് ആണോ? 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് AGM, സബ്സിക്വന്റ് AGM. ഫസ്റ്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് 9 months. സബ്സിക്വന്റ് AGM നടത്താനുള്ള ടൈം പീരീഡ് 6 months ഫ്രം ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആണോ? ടൈം പീരീഡ് 9 AM to 6 PM, ഡേ എനി ഡേ അതർ ദാൻ നാഷണൽ ഹോളിഡേ. പ്ലേസ് രജിസ്റ്റേർഡ് ഓഫീസ് അല്ലെങ്കിൽ എനി പ്ലേസ് വിത്തിൻ ദ ടൗൺ, സിറ്റി, വില്ലേജ് ലിമിറ്റ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ് ആണോ? എന്നാൽ AGM എല്ലാവരുടെ തലയിൽ കയറിയോ? എത്ര മാസം? 9 മാസത്തിനുള്ളിൽ ഫസ്റ്റ് AGM, സബ്സിക്വന്റ് AGM 6 മാസത്തിനുള്ളിൽ, 6 മണി തൊട്ട് രാവിലെ വൈകുന്നേരം 6 മണി വരെ ആണോ? എന്നാൽ AGMത്തിന്റെ സെക്ഷൻ തന്നെ 96 ആ. മറക്കരുത്. സെക്ഷൻ 96 തന്നെയാണ് AGM. സെക്ഷൻ 96നകത്ത് 9 ഉം 6 വെച്ചിട്ടുള്ള കളികളാണ് ഫുള്ള്. 9 ഉം 6ഉം. ഞാൻ പറഞ്ഞ തീറ്റിയോ? യെസ്, AGM സെക്ഷൻ 96 ആണ്. AGMത്തിന്റെ സെക്ഷൻ 96 ആണ് ഗൈസ്. മനസ്സിലായോ? യെസ്. PSC യെസ്. AGMത്തിന്റെ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. AGM കണ്ടോ? 96 AGM. എല്ലാവർക്കും പറഞ്ഞ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കൂ. ഈ ബ്രേക്ക് 9 മിനിറ്റുള്ള ബ്രേക്ക് ആയിരിക്കും. ഒരു 10 മിനിറ്റ്